ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ശ്രീ ആൻഡ് മീ. അപ്പോഴത്തെ ഗുരുവായൂർ യാത്രയുടെ രണ്ടാം ഭാഗമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ 5 മണിക്ക് എണീച്ച് റെഡിയാവുകയാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നാണ് നമ്മളുടെ നന്ദൂസിൻ്റെ ചോറൂണ്. അപ്പം ഞങ്ങളൊക്കെ റെഡിയായി. ഇത് ലാസ്റ്റാണ് അവനെ ഒരുക്കുന്നത്. അപ്പം മോനെ ഒരുക്കുകയാണ് ഇനി അടുത്തത്. അപ്പം പാർട്ട് 1 ഭാഗം കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ട് 1 ഭാഗം കാണാൻ നമ്മളെ ചാനൽ ഞാൻ ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഭാഗം 2ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഗുരുവായൂർ യാത്ര അവസാനിക്കുന്നതാണ്. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൊടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൊടാരം അതിലാരോ ആരാരോ നിറദീപം അങ്ങനെ അതേ മോനെ റെഡിയാക്കി, എല്ലാം റെഡിയായി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ. നന്ദൂസേ, അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ പൂവൊക്കെ ആയിട്ട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. പൂ വേണമെന്നൊക്കെ ചോദിച്ച് മുല്ലപ്പൂ, അതുപോലെ തന്നെ അരളിയും തുളസിയൊക്കെ വെച്ച് കെട്ടി അങ്ങനെ കുറേ പൂക്കളൊക്കെ ആയിട്ട് ആൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് മുല്ലപ്പൂ വാങ്ങിച്ച് മുല്ലപ്പൂവൊക്കെ വെച്ച് അങ്ങനെ ഞങ്ങൾ നേരത്തെ അമ്പലത്തേക്ക് ഇറങ്ങും. ഞങ്ങൾ അടുത്ത റൂമിൻ്റെ അടുത്ത് തന്നെയായിരുന്നു അമ്പലം. അപ്പോൾ നടന്നുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറുവാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി. ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഗുരുവായൂർ, ഇതുവരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഗുരുവായൂരിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഉത്സവ ടൈമായിരുന്നു തന്നെ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എണ്ണ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറത്തില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ തിരക്കിയിട്ട് വേണമായിരുന്നു മോനെ കൊണ്ട് കയറാൻ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നിന്നു, ഇതൊക്കെ പോയി ചോദിച്ചു എങ്ങനെയാണ്. പിന്നെ ഉത്സവമായിരുന്ന പല സ്റ്റേജിലായിട്ട് പല പല പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഫുഡ് കഴിച്ച് കയറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിൽ ഞങ്ങൾ കയറിയിട്ട് അവിടെ ഞങ്ങൾ മസാല ദോശയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. അപ്പോൾ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ അപ്പോഴേ പിന്നെ ചോറുണ്ണാൻ വേണ്ടി കയറി, ചോറ് കൊടുക്കാൻ വേണ്ടി കയറി. പക്ഷേ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഫോണൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ അവിടെ വെച്ച് തന്നെ അവിടുത്തെ അമ്പലത്തിൻ്റെ ആൾക്കാരുടെ ഫോട്ടോസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഫോട്ടോസ് ലാസ്റ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾ അപ്പോഴേ അതിൻ്റെ അകത്തേക്ക് കയറുകയാണ് ചെയ്തത്. A few moments later. അങ്ങനെ മോൻ്റെ ചോറൂന്ന് ഞങ്ങൾ ഇറങ്ങി. കയറുന്ന സമയത്ത് അവൻ നല്ല ഉറക്കമായിരുന്നു. പക്ഷേ ചോറിൻ്റെ അങ്ങോട്ട് ഇനിയിപ്പിച്ചപ്പോൾ അവൻ കരഞ്ഞതോ ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്തില്ല. ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ചോറൂന്ന് കഴിഞ്ഞ് ഞങ്ങൾ ഇതേ പുറത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മോൻ്റെ ഇതിപ്പോൾ മുടി എന്ന് പറയുന്നത് ജനിച്ച സമയത്തുള്ള മുടിയാണ്. ആ മുടി എടുത്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾ വെച്ച് ഗുരുവായൂർ പോകുമ്പോൾ അവിടെ ചെന്ന് തന്നെ അവനെ മുടിയും കൂടി മൊട്ടയടിപ്പിക്കാമെന്ന് തീരുമാനിച്ചാണ് ചെന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് തന്നെ മോനെ മൊട്ടയടിപ്പിക്കാൻ വേണ്ടിയും കൊണ്ടുവന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് ആളുടെ മുടി വെച്ചുള്ള കുറേ ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും മാറിൻ്റെതൊക്കെ എടുത്ത് മുടിയൊക്കെ വെച്ചുള്ള ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു. ആ സമയം കൊണ്ട് ചേട്ടൻ്റെ അച്ഛനും മോനെയൊക്കെ കൊണ്ടുപോയി മൊട്ടയടിച്ചു. അപ്പോൾ മൊട്ടയടിച്ച വീഡിയോ നമ്മളെ ചാനലിൽ നമ്മൾ ഇട്ടിരുന്നു. മോൻ്റെ നന്ദൂസ് ഫസ്റ്റ് ഹെയർ കട്ടെന്നും പറഞ്ഞ വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി കയറി കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ എന്തായാലും മോൻ്റെ മുടി വെട്ടുമല്ലേ, അപ്പോൾ അതിനൊരു ട്രാൻസിഷൻ വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ച് ഒരു ട്രാൻസിഷൻ വീഡിയോയും കൂടി എടുത്ത് വെച്ചു. അത് എഡിറ്റ് ചെയ്തിട്ടില്ല, അതങ്ങോട്ട് അപ്ലോഡ് ചെയ്യണം. അങ്ങനെ ഞങ്ങളിങ്ങനെ അവർ പോയതിന് ശേഷം ഇങ്ങനെ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആനകൾ പോകണുണ്ടായിരുന്നു. അപ്പോൾ ഈ ആനയുടെ പേരെനിക്കറിയത്തില്ല. പിന്നെ ഈ രണ്ടാമത് വരുന്നത് ഗുരുവായൂർ നന്ദനാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും വെയിറ്റ് കൂടിയ ആനയാണിത്. അപ്പോൾ ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഇതൊക്കെ ചോദിച്ചാണ് മനസ്സിലാക്കിയത്. അങ്ങനത്തെ മുട്ടയടിച്ച് ഞങ്ങളെ മുട്ടക്കുട്ടൻ വന്നിട്ടുണ്ട്. ആളെ മുട്ടയടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ആ ട്രാൻസിഷൻ്റെ ബാക്കി വീഡിയോ കൂടെ അതിന് ശേഷം എടുത്തു. നീ കണ്ടോണ്ടുറങ്ങുമ്പം കൽക്കണ്ട കുന്നൊന്നു കാണായി വരും. കൽക്കണ്ട കുന്നിൻ്റെ ഉച്ചില ചെല്ലുമ്പം അമ്പിളി തമ്പ്രാൻ്റെ കോലവും കാണാം. അങ്ങനെ
മൊട്ടയടിച്ച് അവനെയും കൊണ്ട് അച്ഛൻ അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്കും ഞാനും അമ്മയും അമ്മാമ്മയും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും അങ്ങ് പോയി. ഞങ്ങൾ പിന്നെ കുറച്ച് കറങ്ങാനായി കയറി. കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടിന. അങ്ങനെ എല്ലാവരും അങ്ങ് പോയാൽ ഞങ്ങൾ മാത്രമുള്ള ഞങ്ങൾ അങ്ങോട്ട് എല്ലാ കടകളിലൊന്നും കയറിയില്ല. ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ട് 2-3 കടകളിൽ കയറിയിട്ട് ഞങ്ങൾ ആകെ വാങ്ങിച്ച ഒരു കുഞ്ഞികൃഷ്ണനെ മാത്രമാണ്. അതിനുശേഷം ഞങ്ങൾ റൂമിൽ വന്ന് എല്ലാവരും ഡ്രസ്സ് മാറി, എല്ലാവരും ഭയങ്കര ക്ഷീണമായിരുന്നു, എല്ലാവരും കിടക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ ഞങ്ങൾ റൂമിൻ്റെ തൊട്ട് തന്നെ കരിക്കുണ്ടായിരുന്നു. അപ്പം പിന്നെ ഞങ്ങൾ കരിക്കൊക്കെ കഴിക്കാൻ പോയി. അതിനുശേഷം ചോറൊക്കെ കഴിച്ചു. അതിനൊന്നും വീട്ടിൽ ഞാൻ എടുത്തില്ല, കാരണം എല്ലാവരും നല്ല ഉറക്കമൊക്കെ ആയിരുന്നു. ആ ഒരു രാവിലെ എണീച്ച ട്രാവലിൻ്റെ ഇതിലൊക്കെ ക്ഷീണമായിരുന്നു. അപ്പം ഇതൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ യാത്രയായപ്പോൾ പിന്നെ ഒന്നും കൂടി അമ്പലത്തിൽ കറങ്ങാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ അവിടെ ഇങ്ങനെ രാത്രി ആയപ്പോൾ ലൈറ്റ് സെറ്റ്സും എല്ലാം ഉണ്ടായി, നല്ല രസം അതിനെ കാണാൻ. അപ്പോൾ അമ്പലത്തിൽ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഒരു ഗസ്റ്റ് ഹൗസ് പോലെ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റാറ്റു ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അകത്തേക്ക് ചെന്നപ്പോൾ അടുത്ത ദിവസത്തേക്കുള്ള പാചകത്തിനുള്ള മലക്കറിയൊക്കെ ഇങ്ങനെ അരിഞ്ഞും ഈ മലക്കറിയൊക്കെ ഇങ്ങനെ കൂട്ടിത്തന്നൊക്കെ നമുക്ക് കാണാമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഗുരുവായൂർ യാത്ര ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് ഇറങ്ങുകയാണ്. നേരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോവാന്ന്. ഞങ്ങൾ 10:30 ആയപ്പോൾ ഇറങ്ങി. 11 മണിക്കാണ് ട്രെയിന്. രാത്രി എഴുന്ന ട്രെയിനിൽ കയറിയിട്ട് എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഞാൻ കയറി ഉറങ്ങി. അങ്ങനെ ഇതാ 4:30 ആവാറായപ്പോൾ ഞങ്ങൾ കൊല്ലത്തെട്ടാറായിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു കരുനാഗപ്പള്ളിയൊക്കെ ആയപ്പോഴേ ഉറക്കമൊക്കെ എണീച്ചു. ഞങ്ങൾ നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണ്. വെളുപ്പിനെയാണ് 4:30 ആയപ്പോഴാണ് എത്തിയത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ടാക്സി വിളിച്ചു നേരെ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ രാത്രി ആയതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഫേസ് ഒന്നും കാണാനില്ലായിരുന്നു. വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോത്തിൽ കാണാം. അപ്പോൾ ബൈ. പാൽമണമൂറും മധുരങ്ങളോടെ പായസമരുളുകയായി, രസമോടെ നുണയുകയായി, സ്നേഹവസന്തം കരളിന്റെ താരിൽ, സ്നേഹവസന്തം കരളിന്റെ താരിൽ എഴുതുകയായി.